എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഓണക്കാലം മുന്നിൽ കണ്ട് വിവിധ ക്ഷേമ പദ്ധതികളിലെ കുടിശ്ശിക തുകയും നിലവിലെ മാസത്തെ പെൻഷനും ചില ആനുകൂല്യങ്ങൾക്ക് അധിക സഹായവും വിതരണം ചെയ്യുവാനുള്ള സാധ്യത സർക്കാർ തലത്തിൽ ചർച്ചയിലുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് നിലവിലെ 2000-നോടൊപ്പം തന്നെ അടുത്ത മാസത്തെ പെൻഷനും അഡ്വാൻസ് ആയിട്ട് അനുവദിച്ചാലാകെ 4000 രൂപ വരെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. മന്ത്രിസഭ തീരുമാനത്തിനും ഔദ്യോഗിക ഉത്തരവിനും ശേഷമേ ഇത് ഉറപ്പാകും. അതുപോലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെയും പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെയും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും സർക്കാർ മുൻഗണന നൽകുമെന്നാണ് വിവരം ലഭിക്കുന്നത്. ഓണം ഈ മാസം അവസാന ആഴ്ചയിലായതിനാൽ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ 3-ാം ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ ലഭിക്കുവാനാണ് സാധ്യതയുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ്. നിലവിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനുള്ള സമയം 2026 സെപ്റ്റംബർ 30 വരെ അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് നടത്തുവാൻ ആധാർ കാർഡുമായിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് എത്തേണ്ടതാണ്. കേരളത്തിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നടത്തുന്നത്. പ്രായാധിക്യം, രോഗാവസ്ഥ, ഭിന്നശേഷി, കിടപ്പ് രോഗം തുടങ്ങിയ കാരണങ്ങളാൽ നേരിട്ട് എത്തുവാൻ കഴിയാത്തവർ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ അറിയിക്കേണ്ടതാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഹോം മസ്റ്ററിംഗ് സംവിധാനം ലഭ്യമാവുന്നതാണ്. അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി വീട്ടിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഈ സംവിധാനം. അതിനാൽ തന്നെ ഇനി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർ സെപ്റ്റംബർ 30-നകം തന്നെ അത് നിർബന്ധമായിട്ടും പൂർത്തീകരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ തുടരുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.